ഹായ് കൂട്ടുകാരെ, എല്ലാവരും കഥ കേൾക്കാൻ റെഡിയല്ലേ? ഇന്നത്തെ കഥയാണ് ആര് പറഞ്ഞു മ്യാവൂ. ആര് പറഞ്ഞു മ്യാവോ? ദാ സോഫയുടെ അടിയിൽ നമ്മുടെ ചെറിയ പട്ടിക്കുട്ടി കിടന്നുറങ്ങുന്നു. അവൾ മ്യാവ് എന്ന ശബ്ദം കേട്ട് ചാടി എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റപ്പോഴോ ആരെയും കണ്ടില്ല, സ്വപ്നമായിരിക്കും. അവൾ വീണ്ടും കിടന്നു. പിന്നെയും കേട്ടു, ഇനി വീട്ടിലൊന്ന് നോക്കിയാലോ. അവൾ മേശയുടെ അടിയിലും കട്ടിലിനടിയിലും ഒക്കെ ചെന്ന് നോക്കി, ആരെയും കണ്ടില്ല. ദാ പുറത്തൊരു പൂവൻ കോഴി. ഓടിച്ചെന്ന് പൂവൻ കോഴിയോട് ചോദിച്ചു, മ്യാവ് എന്ന ശബ്ദം കേട്ടു, നീയാണോ? പൂവൻ കോഴി, കൊക്കരക്കോക്കോ, ഞാനല്ല, എന്റെ ശബ്ദം അങ്ങനെയല്ല. പൂവൻ കോഴി നടന്നുപോയി. ദാ ഒരു ചുണ്ടനെലി അവളോട് ചോദിക്കാം, നീയാണോ മ്യാവ് എന്ന ശബ്ദമുണ്ടാക്കിയത്? ഞാനല്ല, മ്യാവ് എന്ന് കേട്ടോ, എനിക്ക് പേടിയാണ്, ഞാൻ പോവുകയാണ്, പീ പീ. അവൾ ഒരൊറ്റയോട്ടം. പിന്നെയോ ഒച്ച കേട്ടത് ഒരു വലിയ പട്ടിക്കൂടിന്റെ സൈഡിൽ നിന്ന്. പട്ടി പേടിച്ച് അവിടെ ചെന്ന് നോക്കി. അപ്പോൾ അതാ വലിയ ഭീകരനൊരു പട്ടി ഇറങ്ങി വന്നു. ഗർ, എന്താ നീ ഇവിടെ? പട്ടിക്കുട്ടി പേടിച്ച് ഒറ്റയോട്ടം തോട്ടത്തിൽ ഒളിച്ചു. അവിടെ നിന്നും കേട്ടു മ്യാവ് എന്നൊരു ശബ്ദം. എന്താ അത്? ദേ ഒരു തേനീച്ച, ഇവളായിരിക്കും. നീയാണോ മ്യാവ് എന്ന ശബ്ദം ഉണ്ടാക്കിയത്? ചോദിച്ചപ്പോഴേ തേനീച്ച ഒരൊറ്റ കുത്ത്. അയ്യോ, വേദനിക്കുന്നേ. അവൾ ഓടി കുളത്തിൽ ചാടി. കുളത്തിൽ ചാടിയപ്പോൾ വീണ്ടും ദാ മ്യാവ് എന്ന ശബ്ദം. ദാ ഒരു തവള, ഇവളാണ്. അത് പറഞ്ഞ പാടെ പൊക്രോം പൊക്രോം, തവള വെള്ളത്തിലേക്ക് ഒരു ഒറ്റച്ചാട്ടം. ഇവരാരുമല്ലേ? സങ്കടത്തോടെ പട്ടിക്കുട്ടി വീട്ടിലേക്ക് നടന്നു. വീട്ടിൽ വന്ന് തന്റെ മാറ്റിൽ അവൾ കിടന്നപ്പോൾ ദാ വീണ്ടും ഒരു ശബ്ദം, മ്യാവ്. ഇത്തവണ ഞാൻ കണ്ടുപിടിക്കും. ചെന്ന് നോക്കിയപ്പോഴതാ ജനൽപ്പടിയിൽ ഒരു പൂച്ച. നീയല്ലേ മ്യാവ് എന്ന ശബ്ദമുണ്ടാക്കിയത്? ബൗ ബൗ ബൗ, പട്ടിക്കുട്ടി ചോദിച്ചു, കുരച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോൾ അതാ പൂച്ച ചാടി വന്ന് മുഖത്തൊരൊറ്റയടി. അയ്യോ, എനിക്ക് വേദനിച്ചു. ഇവൾ എന്താ ഇങ്ങനെ? പട്ടിക്കുട്ടി ദേഷ്യത്തോടെ സോഫയുടെ അടിയിൽ വന്ന് വീണ്ടും കിടന്നു. ഈ പൂച്ചയാണ് മ്യാവ് എന്ന ശബ്ദം ഉണ്ടാക്കിയത്, എനിക്കിപ്പോൾ മനസ്സിലായി, പട്ടിക്കുട്ടി പറഞ്ഞു.